നമസ്കാരം, ഡോക്ടർ ക്യൂബിലേക്ക് സ്വാഗതം. വേനൽ കടുത്തതോടെ പല ജില്ലകളിലും വലിയ ചൂടാണ് അനുഭവപ്പെടുന്നത്. അതോടൊപ്പം സൂര്യാഘാതവും സൂര്യതാപവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സൂര്യാഘാതത്തെക്കുറിച്ചും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചുമാണ് ഇന്ന് ഡോക്ടർ ക്യൂബിൽ. സംശയങ്ങൾക്ക് മറുപടി നൽകാൻ തിരുവനന്തപുരം കിംസ് ഹെൽത്തിലെ എമർജൻസി വിഭാഗം ഫിസിഷ്യൻ ഡോക്ടർ ഷമീം കെയു നമ്മളോടൊപ്പം ചേരുന്നു. സ്വാഗതം ഡോക്ടർ. എന്താണ് ഈ സൂര്യാഘാതം? അത് പ്രത്യേകിച്ച് ഇപ്പോൾ നമുക്ക് വലിയ ചൂട് കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമാണ്. പാലക്കാട് പോലെയുള്ള പല ജില്ലകളിലും കുറച്ച് അധികമാണ് ചൂട്. നമ്മളിവിടെ അനുഭവിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചൂട്. അപ്പോൾ പലർക്കും ഈ സൂര്യാഘാതം ഏൽക്കുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട്. എന്താണ് സൂര്യാഘാതം? സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺ സ്ട്രോക്ക്, ഇങ്ങനെ ഒരുപാട് പേരുകളിൽ നമ്മൾ ഇതറിയപ്പെടുന്നുണ്ട്. അപ്പോൾ സൂര്യാഘാതം എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശരീരത്തിൽ ഒരു കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആണ്. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ നോർമൽ ബോഡി ടെമ്പറേച്ചറാണ് 37 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 98 ഡിഗ്രി ഫാരഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് ബോഡി ടെമ്പറേച്ചർ നമ്മുടെ ബോഡിയിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മെക്കാനിസംസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു താപനിയന്ത്രണ സംവിധാനങ്ങളുണ്ട്. അപ്പോൾ ഈ താപനിയന്ത്രണ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഈ മെക്കാനിസംസ് നോർമലി നമ്മളൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറിൽ മാത്രമേ ഫങ്ഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ പെട്ടെന്ന് നമുക്ക് ശരീരത്തിൽ ചൂട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ശക്തമായിട്ട് വിയർക്കും, അല്ലെങ്കിൽ നമ്മൾ സ്വെറ്റിംഗ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ വിയർക്കുമ്പോൾ അതൊരു കൂളിംഗ് മെക്കാനിസമാണ് ശരീരത്തിൽ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ശ്വാസം കൂടുതലായിട്ട് എടുക്കാൻ തോന്നും. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഒരു ഹീറ്റ് ഡെസിപ്പിറ്റേറ്റിംഗ് മെക്കാനിസമാണ്, നമ്മുടെ ശരീരത്തിലുള്ള ചൂട് പുറത്ത് കളയാനുള്ള മെക്കാനിസംസാണ്. പക്ഷേ ഇപ്പം നമുക്കറിയാം, നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചൂട് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുന്ന സമയം. അപ്പോൾ ഈ ചൂട് കൂടുമ്പോൾ, അതായത് അന്തരീക്ഷത്തിൽ ഊഷ്മാവ് ഭയങ്കരമായിട്ട് കൂടുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചറും കൂടും. ഈ ശരീരത്തിലെ ബോഡി ടെമ്പറേച്ചർ ഏകദേശം ഒരു 40 ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ ഒരു 104 ഡിഗ്രി ഫാരഡിൻ്റെയൊക്കെ മുകളിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ മെക്കാനിസംസിന് അല്ലെങ്കിൽ ഈ ഹീറ്റ് ഡെസിപ്പിറ്റേറ്റിംഗ് മെക്കാനിസംസിൽ തകരാറ് സംഭവിക്കുകയാണ്. അപ്പോൾ എന്തോ പറ്റുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ കോർ ബോഡി ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് കൂടുകയും നമ്മുടെ ആന്തരിക അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ ആന്തരിക അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴാണ് നമുക്ക് ഈ സൂര്യതാപത്തിൻ്റെ അല്ലെങ്കിൽ സൂര്യാഘാതത്തിൻ്റെ അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്കിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരുന്നത്. അതാണ് നമ്മൾ നോർമലി സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ സൺ സ്ട്രോക്ക് എന്നെല്ലാം വിളിച്ചത്. ഈ സൺ സ്ട്രോക്കിലെ എങ്ങനെയൊക്കെയാണ് ഇത് ആളുകളെ ബാധിക്കുന്നത്? ചിലരെ സ്കിൻ ബാധിക്കുന്നുണ്ട്, അതുപോലെ ചിലർക്ക് അറ്റാക്ക് പോലെ വരുന്നുണ്ട്. അങ്ങനെ ഏത് തരത്തിലൊക്കെയാണ് ഈ ചൂട് ആളുകളെ ബാധിക്കുക? നോർമലി നമുക്ക് സൂര്യാഘാതം ഇപ്പോൾ നമുക്ക് രണ്ടായിട്ട് അതിനെ ക്ലാസിഫൈ ചെയ്യാം. നമുക്ക് ഡയറക്റ്റ് വരുന്ന സൂര്യാഘാതം, നോൺ ഡയറക്റ്റ് അല്ലാതെ വരുന്ന സൂര്യാഘാതം എന്നുള്ള രീതിയിൽ. ഡയറക്റ്റ് വരുന്ന സൂര്യാഘാതം ആണെന്നുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ തുറസായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറത്ത് നമ്മൾ ഒരു ഹെവി വർക്ക് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് സൺലൈറ്റ് അവരിൽ പതിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് വരുമ്പോൾ നമുക്ക് നോർമലി കണ്ടുവരുന്നതാണ് ഒരു ചുവന്ന തടിപ്പ് വരിക, ശക്തമായ വേദന വരിക, ഒരു ചെറിയ ഡീഹൈഡ്രേഷൻ്റെ ലക്ഷണങ്ങൾ കാണുക. ഇതെല്ലാം നമ്മൾ സൺ ബേൺസ് എന്നുള്ള രീതിയിലാണ് അറിയപ്പെടുക. ഇപ്പോൾ ഇത് തന്നെ കുറച്ച് സിവിയർ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചില പേഷ്യൻസിലൊക്കെ നമുക്ക് കാണുന്നതാണ്, ചില ആളുകളിലൊക്കെ നമുക്ക് കാണുന്നതാണ് കുമിളകൾ വരിക. ഇതെല്ലാം ഒരു ഡയറക്റ്റ് സൺ ബേൺസിൻ്റെ ലക്ഷണങ്ങളാണ് കാണുന്നത്. ഇനി ഇൻഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ് ചില പേഷ്യൻസിനൊക്കെ. ഇപ്പോൾ അത് നമ്മൾ നോർമലായിട്ട് പല സ്റ്റേജുകളിലായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് നമുക്ക് കോമൺ സിംറ്റമായിട്ട് കാണുന്നത് ഡീഹൈഡ്രേഷൻ സിംറ്റംസ് മാത്രമേ കാണത്തുള്ളൂ. അതായത് ഒരു നിർജ്ജലീകരണത്തിൻ്റെ സിംറ്റംസ് മാത്രമേ നമുക്ക് കാണത്തുള്ളൂ. നമ്മുടെ തൊലി, ചുണ്ടെല്ലാം കുറച്ച് വരണ്ടു പോവുക, ചെറിയൊരു തലവേദന വരിക, ഇതെല്ലാം നമുക്ക് കോമൺ ആയിട്ട് അല്ലെങ്കിൽ ആദ്യമേ കാണുന്ന ഡീഹൈഡ്രേഷൻ സിംറ്റംസ് ആണ്. അപ്പോൾ എനിക്ക് നിങ്ങളോടുള്ള ഉപദേശിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആദ്യമേ കാണുന്ന ലക്ഷണങ്ങൾ നമ്മൾ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫർദർ കോംപ്ലിക്കേറ്റഡ് സ്റ്റെപ്പുകളിലോട്ട് പോകാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. അപ്പോൾ ആദ്യമേ നമുക്ക് ഡീഹൈഡ്രേഷൻ അനുഭവപ്പെടുമ്പോൾ തന്നെ എവിടെയാണോ നമ്മൾ വർക്ക് ചെയ്യുന്നത് അവിടെ നിന്ന് തണലത്തോട്ട് മാറി നിന്ന് ധാരാളമായിട്ട് വെള്ളം കുടിക്കുക. ഇതെല്ലാം നമുക്ക് അവിടെ തന്നെ വെള്ളം കുടിക്കുന്നതിന്റെ ആവശ്യകത, അതായത് സാധാരണ ദാഹം ഇല്ലെങ്കിൽ വെള്ളം കുടിക്കാൻ മടിയുള്ള ആൾക്കാരാണ്. അപ്പം അത് എത്രത്തോളം ഈ ഒരു ടൈമിൽ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതില്ലേ? അത് എങ്ങനെ ക്രമീകരിക്കണം? തീർച്ചയായിട്ടും അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം നമുക്ക് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നതാണ്, സാർ എത്രമാത്രം വെള്ളം നമ്മൾ കുടിക്കണം എന്നുള്ളത്. അത് ഒരു പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യാറുണ്ട്. പല ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് പല രീതിയിലാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഒരു ആവറേജ് അഡൽട്ട് മാൻ ആണെന്നുണ്ടെങ്കിൽ
നമ്മൾ എസ്പെഷ്യലി ഈ സമയങ്ങളിൽ നമ്മൾ ഏകദേശം ഒരു 2 മുതൽ 3 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത്. പിന്നെ പുറത്ത് ഹെവി വർക്ക് അല്ലെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ അതിന് അനുപാതമായി അത് ആക്ച്വലി കൂട്ടേണ്ടതാണ്. അപ്പോൾ ആ ഒരു ലക്ഷണങ്ങൾ ആക്ച്വലി നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ ആ സ്റ്റേജിൽ തന്നെ നമുക്ക് വെള്ളം കുടിച്ചാൽ തന്നെ കുറയാറുള്ളതാണ്. പക്ഷെ ചില സമയങ്ങളിൽ ചില ലക്ഷണങ്ങൾ നമുക്ക് കാണുന്നതാണ് ഹീറ്റ് എക്സോഷൻ എന്ന് പറയുന്ന രണ്ടാമത്തെ സ്റ്റേജ്. അതായത് നമ്മുടെ ബോഡിയിൽ നിന്ന് വെള്ളത്തിൻ്റെ കൂടെ തന്നെ ഈ സോഡിയം, പൊട്ടാഷ്യം ഇങ്ങനത്തെ മിനറൽസ് കൂടെ പുറത്തു പോവുക. അപ്പോൾ ചില പേഷ്യൻസിനൊക്കെ കണ്ടുവരുന്നതാണ് ശക്തമായ തലവേദന വരിക, തലകറക്കം വരിക, ഛർദി വരിക. പിന്നെ വരുന്ന ഒരു കോമൺ സിംറ്റമാണ് നമ്മളെപ്പോഴും പറയാം മസിൽ പിടിക്കുക എന്നുള്ള ഒരു മസിൽ ക്രാംസ് വരിക. ഇതൊക്കെയാണ് നമ്മൾ അടുത്തൊരു സ്റ്റേജിലും നമുക്ക് കാണപ്പെടുന്നത്. പക്ഷേ ഈ സ്റ്റേജും നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് റിവേർട്ട് ചെയ്യാവുന്ന കണ്ടീഷനാണ്. നമുക്കൊരു ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ച്വലി ആ അടുത്ത കണ്ടീഷനിലോട്ട് പോകാതെ നമുക്ക് രക്ഷപ്പെടാം. ഡോക്ടർ, ഈ പുറത്തിറങ്ങുന്നവർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടത് ഇപ്പൊ പ്രായമായ ആളുകൾ, കുട്ടികൾ, അതുപോലെ ഗർഭിണികൾ, ഗുരുതര രോഗമുള്ള ആൾക്കാർ, പുറത്ത് ജോലി ചെയ്യുന്ന തൊഴിലാളികൾ, അങ്ങനെയുള്ള ആളുകൾ പുറത്തേക്ക് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ വസ്ത്രധാരണത്തിലാണെങ്കിലും മറ്റു കാര്യങ്ങളിലാണെങ്കിലും ശ്രദ്ധിക്കേണ്ടത് എന്താണ്? അത് വളരെ പ്രസക്തമായ ഒരു ക്വസ്റ്റ്യൻ ആണ്. കാരണം നമുക്ക് ഓരോരുത്തർക്കും അറിയാം, ഇപ്പോൾ എപ്പോഴും നമ്മൾ പറയാണ് പ്രിവെൻഷൻ ഈസ് ഓൾവേസ് ബെറ്റർ ദാൻ ക്യൂർ. അതായത് എപ്പോഴും നമുക്ക് സൂര്യാഘാതം അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് വരാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, നമ്മൾ പുറത്ത് പോകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു കുട കൈ കരുതുക. അതായത് ഡയറക്റ്റ് സൂര്യാഘാതം ഏൽക്കാതെ നോക്കുക എന്നുള്ളത് തന്നെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ ഡ്രസ് കോഡ് എപ്പോഴും നമ്മൾ മലയാളീസ് യൂഷ്വലി നമ്മൾ ചേഞ്ച് ചെയ്യാത്ത ഒരു കാര്യമാണ്. അതായത് ഡ്രസ് കോഡ് എപ്പോഴും നമ്മൾ പെർസിസ്റ്റൻ്റ് ആയിട്ട് സെയിം ഡ്രസ്സ് തന്നെ ആയിരിക്കും ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് സമ്മർ അല്ലെങ്കിൽ വേനൽ സമയത്താണെന്നുണ്ടെങ്കിൽ ടൈറ്റ് ഡ്രസ്സുകളെല്ലാം ഒഴിവാക്കുക. കോട്ടൺ ഇളം നിറത്തിലുള്ള ഡ്രസ്സുകൾ ധരിക്കാൻ ശ്രമിക്കുക. വൈറ്റ് കളറിലുള്ള ഡ്രസ്സുകൾ ധാരാളമായിട്ട് ധരിക്കാൻ നോക്കുക. കുറച്ച് അയഞ്ഞ ഡ്രസ്സുകൾ ധരിക്കാൻ നോക്കുക. ഇതെല്ലാം നമുക്ക് ഡ്രസ് കോഡിൽ ശ്രദ്ധിക്കാവുന്ന കാര്യങ്ങളാണ്. പിന്നീടുള്ളതാണ് നമ്മൾ ഈ ദീർഘദൂര യാത്ര ചെയ്യുന്ന ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വിശ്രമം എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് വെള്ളം കുടിക്കുക. ഇങ്ങനത്തെയുള്ള കാര്യങ്ങളിലൂടെ നമുക്കത് ആക്ച്വലി കുറക്കാവുന്നതാണ്. പിന്നെ ഹെവി എക്സസൈസ് ചെയ്യുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഹെവി എക്സസൈസ് ചെയ്യുന്നത് കൊണ്ട് തെറ്റില്ല. പക്ഷേ തുറസായ സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പരമാവധി അത് കുറക്കാൻ ശ്രമിക്കുക. ഇൻഡോർ എക്സസൈസ് കൂട്ടാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് നമുക്ക് ആക്ച്വലി ഇത് പ്രിവെന്റ് ചെയ്യാൻ ചെയ്യേണ്ടിയിരുന്നത്. ശരി, ഈ സൂര്യാഘാതം ഏറ്റു എന്ന് എങ്ങനെയാണ് അത് തിരിച്ചറിയുന്നത്? ആളുകൾക്ക് പലർക്കും പല സിംറ്റംസ് ആയിരിക്കും. ഇല്ലെങ്കിൽ ഏറ്റു കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ നോർമലി ഞാൻ പറഞ്ഞ ആദ്യത്തെ ലക്ഷണങ്ങൾ തന്നെയാണ് യൂഷ്വലി കണ്ടുവരാറുള്ളത്. പേഷ്യൻസിന് ഡീഹൈഡ്രേഷൻ ലക്ഷണങ്ങളായിരിക്കും കൂടുതലായിട്ടും കണ്ടുവരിക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശക്തമായ തലകറക്കം വരിക, തലവേദന വരിക, മസിൽ ക്രാംസ് വരിക, ഛർദി വരിക, ഇതൊക്കെയാണ് കോമൺ ആയിട്ട് കാണപ്പെടുന്ന ലക്ഷണങ്ങൾ ആക്ച്വലി. അപ്പോൾ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഇനീഷ്യൽ ഫസ്റ്റ് എയ്ഡ് കൊടുക്കാവുന്നത് ഇപ്പോൾ ഡീഹൈഡ്രേഷൻ ആണ് ഉണ്ടെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് വെള്ളം കൊടുക്കുക. ഇനി പുറത്തായിട്ട് ഇപ്പോൾ നമ്മുടെ ഗവൺമെൻറ് തന്നെ റെഗുലേറ്റ് ചെയ്തിട്ടുണ്ട് 11 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ കൂടുതലായിട്ട് പുറത്ത് ജോലി ചെയ്യരുത് എന്നുള്ള രീതിയിൽ. അപ്പം നമ്മുടെ ജോലി സമയം നമുക്ക് അതിനകത്ത് ക്രമീകരിക്കാവുന്നതാണ്. ഇനി സൂര്യതാപം അല്ലെങ്കിൽ സൂര്യാഘാതം നമുക്ക് ഏറ്റു കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമുക്കൊരു ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിക്കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് എവിടെയാണോ ആ സൂര്യാഘാതം അല്ലെങ്കിൽ ഏൽക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് നമ്മളൊരു തണലത്തോട്ട് മാറി നിൽക്കുക. ഇപ്പോൾ കുറച്ച് സീരിയസ് ആയിട്ട് വരുന്ന സ്ട്രോക്ക് അല്ലെങ്കിൽ ഹീറ്റ് സ്ട്രോക്ക് അല്ലെങ്കിൽ പെട്ടെന്ന് ബോധക്ഷയം വരുന്ന പേഷ്യൻസിന് നമ്മൾ നോർമലി എമർജൻസി മെഡിസിനിൽ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റും ഇത് തന്നെയാണ്. അതായത് എങ്ങനെയെങ്കിലും ബോഡി ടെമ്പറേച്ചർ കുറക്കുക എന്നുള്ളത്. ഇപ്പോൾ നമുക്കറിയാം പെട്ടെന്ന് നമ്മൾ തണലത്തോട്ട് മാറ്റി നിർത്തുക, തണുത്ത വെള്ളം കൊണ്ട് തടവുക. ഇപ്പോൾ നമ്മുടെ ഗ്രോയിൻ, ആം പിറ്റ് ഈ ഏരിയകളിൽ ആക്ച്വലി നമുക്ക് ഐസ് വെക്കാം. കാരണം അതൊരു കുറച്ച് ബ്ലഡ് സപ്ലൈ കൂടിയ ഏരിയകളാണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് അല്ലെങ്കിൽ ഐസ് വെച്ച് നമുക്ക് ആക്ച്വലി കുറക്കാവുന്നതാണ്. ധാരാളമായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക, ഷീറ്റ് വെച്ച് പുതപ്പിക്കുക. പിന്നെ നമുക്ക് പ്രിഫറബിളി ഒരു ഫാനോ അല്ലെങ്കിൽ ഒരു AC ഉള്ള റൂമുകളിലോട്ട് ഈ പേഷ്യൻസിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി ഇനീഷ്യൽ ടെമ്പറേച്ചർ ഒരു പരിധി വരെയെങ്കിലും നമുക്ക് കുറക്കാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഈ അന്തരീക്ഷതാപം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന്റെ ശരീരത്തിലെ താപനിയന്ത്രണ സംവിധാനമൊക്കെ തകരാറിലാവുകയാണല്ലോ. അപ്പം എങ്ങനെയാണ് ഈ നിർണായക പ്രവർത്തനങ്ങളൊക്കെ തകരാറിലാകുന്നത്? അതിനെ എങ്ങനെ നമുക്ക് ഇല്ലാതാക്കാൻ സാധിക്കും? നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആദ്യമേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചിന്തിക്കേണ്ട കാര്യം ആദ്യമേ വരുന്ന ലക്ഷണങ്ങൾ ഒരിക്കലും നമ്മൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ഇപ്പം നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ് എല്ലാം ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. പക്ഷേ ആ ഹോർമോൺസിനും എൻസൈംസിനും
നമ്മുടെ ബോഡി ടെമ്പറേച്ചറിൽ ഏകദേശം ഒരു നോർമൽ ബോഡി ടെമ്പറേച്ചർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒരു 40°C വരെയുള്ള ടെമ്പറേച്ചറിൽ മാത്രമേ പ്രവർത്തിക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ആ ഹോർമോൺസ് അല്ലെങ്കിൽ എൻസൈംസ് ആണ് നമ്മുടെ നോർമൽ താപനിയന്ത്രണ സംവിധാനങ്ങൾ ആക്ച്വലി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ബോഡി ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് വെച്ചാൽ ഈ എൻസൈംസ് അല്ലെങ്കിൽ ഹോർമോൺസ് തകരാറിലാവുകയും ബാക്കിയുള്ള ലക്ഷണങ്ങൾ നമുക്ക് കണ്ടുവരാനും സാധ്യത കൂടുതലാണ്. അപ്പോൾ ആദ്യമേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇനീഷ്യൽ നമുക്ക് എന്തായാലും ഒരു ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കില്ല ഈ സൂര്യാഘാതം വരുന്നത്. നമുക്ക് ലക്ഷണങ്ങൾ വരും. ആ ലക്ഷണങ്ങളിലൂടെ പോയി ഉള്ള കോംപ്ലിക്കേറ്റഡ് സ്റ്റേജിലോട്ട് പോവുകയായിരിക്കും ആക്ച്വലി നോർമലി ഉണ്ടാവുന്നത്. അപ്പോൾ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് ഇനീഷ്യൽ വരുന്ന സിംറ്റംസിനെ ഒരിക്കലും നമ്മൾ അവഗണിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ചെയ്യേണ്ടത്. ശരി ഡോക്ടർ, മറ്റ് സംശയങ്ങളിലേക്കും പ്രേക്ഷകരിലേക്കും തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഡോക്ടർ ക്യൂ തുടർന്നു. ഡോക്ടർ, ചിലർക്ക് സ്കിന്നിനെ ഇത് കൂടുതലായി ബാധിക്കാറുണ്ട്, സൺബേൺ പോലെ. ചിലർക്ക് അത് ചെറുതായി വന്നു പോകുമ്പോൾ മറ്റു ചിലർക്ക് ഫേസിലും അതുപോലെ പുറത്തേക്ക് കാണുന്ന ശരീരഭാഗങ്ങളിലെല്ലാം വലിയ രീതിയിൽ അത് ബാധിക്കാറുണ്ട്. അതിനെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാം? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? ചില ആളുകളിൽ സ്കിന്നിൽ അഫക്റ്റ് ചെയ്യുന്നത് വളരെ മിനിമൽ രീതിയിൽ വന്നു പോകും. ഇപ്പം നമുക്കൊക്കെ അറിയാം, നമ്മുടെ വീടുകളിലൊക്കെ കുട്ടികൾ അല്ലെങ്കിൽ കുറച്ച് മുതിർന്നവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നോർമലി മിലേറിയ എന്ന് പറയുന്ന ഒരു ചുമപ്പ് കുരു പോലെ വന്നു പോകും, നമ്മൾ ചൂട് കുരു എന്ന് പറയുന്നത്. അതാണ് ഒരു മൈനർ രീതിയിൽ വന്നു പോകുന്നത്. അപ്പോൾ നമ്മൾ നോർമലി ഈ ചൂടുകുരുവൊക്കെ നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിങ് ക്രീം അല്ലെങ്കിൽ ഒരു കലാമിൻ ലോഷൻ ഇങ്ങനത്തെ എന്തെങ്കിലും കൊടുത്താണ് നമ്മൾ നോർമലി ട്രീറ്റ് ചെയ്യാറുള്ളത്. അങ്ങനെ ഒരു കോംപ്ലിക്കേറ്റഡ് രീതിയിലോട്ട് യൂഷ്വലി ഇത് മാറിപ്പോകാറുമില്ല. ആ രീതിയിൽ തന്നെ അത് ആക്ച്വലി കുറയാറുമുണ്ട്. പിന്നെ വരുന്നതാണ് നിങ്ങൾ പറയുന്ന പോലെ തന്നെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വരുന്ന ബേൺസ്. ഇപ്പോൾ നമ്മളൊരു തീ കത്തി നമുക്കുണ്ടാവുന്ന പൊള്ളലും ഇതുപോലെ സൂര്യതാപം ഏറ്റുവരുന്ന പൊള്ളലും ഏകദേശം ഒരേ രീതിയിൽ തന്നെയാണ് നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാറുള്ളത്. ആദ്യമായി നമുക്ക് യൂഷ്വലി ഒരു സ്കിൻ പീൽ മാത്രമേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു ചുവന്ന തടിപ്പ് കാണാം, ചെറിയൊരു വേദന കാണാം, ഒരു വരണ്ട ചർമ്മം പോലെയാവും. അത് കഴിഞ്ഞ് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ ചെറിയൊരു ബ്ലബ്സ് പോലെ അല്ലെങ്കിൽ ഒരു കുമിളകൾ പോലെ ഡെവലപ്പ് ചെയ്യും. അതും കഴിഞ്ഞാലാണ് പിന്നെയാണ് ഈ സ്കിൻ കംപ്ലീറ്റ് ആയിട്ട് ലൂസ് ചെയ്യുന്ന കണ്ടീഷൻസിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡയറക്റ്റ് ശക്തമായ യൂഷ്വലി ഞാൻ പറയാറുള്ള ടൈമിലാണ് ഏറ്റവും കൂടുതൽ സൂര്യാഘാതത്തിൻ്റെ സിവിയാരിറ്റി ഭയങ്കര കൂടുതലായിട്ട് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ അപ്പോൾ ആ സമയത്ത് ഏകദേശം ഒരു 12 മണി മുതൽ 3 മണി വരെയുള്ള സമയങ്ങളിൽ ഡയറക്റ്റ് സൂര്യാഘാതം ഏൽക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന് ചെയ്യാനുള്ള പ്രതിവിധികൾ. ശരി, വളരെ നന്ദി ഡോക്ടർ, സംശയങ്ങൾക്ക് മറുപടി നൽകിയതിന്. താങ്ക് യു.